നമസ്കാരം. പ്രൊഡക്ഷൻ കൺട്രോളറും നിർമ്മാതാവുമായ ബാദുഷയ്ക്കെതിരെ നടൻ ഹരീഷ് കണാരൻ ഉന്നയിച്ച ആരോപണങ്ങൾ വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ തൻ്റെ ചിത്രമായ റേച്ചർ റിലീസായതിനു ശേഷം പ്രതികരിക്കാമെന്നാണ് ബാദുഷ പ്രതികരിച്ചിരിക്കുന്നത്. പണം തിരികെ നൽകാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. ഇതിനിടയിലാണ് ഈ വിഷയത്തിൽ തുടർ പ്രതികരണവുമായി ബാദുഷ രംഗത്ത് വന്നത്. കടം നൽകിയ പണം തിരികെ നൽകിയില്ലെന്നും ഇത് ചോദ്യം ചെയ്തതോടെ തൻ്റെ അവസരങ്ങൾ ഇല്ലാതാക്കിയെന്നുമാണ് ഹരീഷ് കണാരൻ വെളിപ്പെടുത്തിയത്. വെളിപ്പെടുത്തലിന് പിന്നാലെ തന്നെ എന്തെങ്കിലും ചെയ്താലോ എന്ന് പേടിയുണ്ടെന്നും അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ എനിക്കെതിരെ ഭീഷണി വന്നിട്ടുണ്ട്. ബാദുഷ ഇൻസ്റ്റയിൽ 20-ാം നൂറ്റാണ്ടിലെ ഇതോടുകൂടി നിന്റെ അന്ത്യം ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് പറയുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത്രയും നാൾ കൂടെ ഉണ്ടായിരുന്നയാളാണ്. വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. കുടുംബങ്ങളുമായി നല്ല ബന്ധമായിരുന്നു. ഒരാളെ സഹായിക്കുമ്പോൾ നമുക്കൊരു ആവശ്യം വരുമ്പോൾ തിരിച്ചു തരേണ്ടേ? അതല്ലേ സൗഹൃദം? ഞാനിത് പറയണമെന്ന് കരുതിയതല്ല. മാധ്യമങ്ങൾ എന്തുകൊണ്ട് ചേട്ടൻ കുറേ കാലമായി സിനിമ ചെയ്യുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണെന്നാണ് ഹരീഷ് കണാരൻ പറയുന്നത്. പോട്ടെ, പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാൾ തരാൻ പറ്റില്ലെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താകുമെന്നൊക്കെ ഭാര്യ പറഞ്ഞതാണ്. സഹി കെട്ടിട്ടാണ് ഞാൻ വെളിപ്പെടുത്തിയത്. 20 ലക്ഷമാണ് തരാനുള്ളത്. അതിൽ കുറച്ച് പൈസ എന്തോ തന്നിരുന്നുവെന്നും ഹരീഷ് പറയുന്നു. 4-5 വർഷമായി തൻ്റെ ഡേറ്റെല്ലാം നോക്കിയിരുന്നത് അദ്ദേഹമായിരുന്നു. അന്ന് ബാദുഷയായിരുന്നു എല്ലാ സിനിമയുടെയും കൺട്രോളർ. നല്ല പെരുമാറ്റമായിരുന്നു. പെരുമാറ്റത്തിലൊക്കെ ഭയങ്കര ഡീസൻ്റ് ആയിരുന്നു. അതുകൊണ്ട് വിശ്വസിച്ചു പോയി. നമ്മുടെ മനസ്സിൽ കള്ളമൊന്നുമില്ല. അതുപോലെ തന്നെയാകും ഇവരുമെന്നും കരുതിയെന്നും ഹരീഷ് പറയുന്നു. ഒരിക്കൽ പറഞ്ഞത് ഞാൻ ആകെ പൊളിഞ്ഞു നിൽക്കുകയാണ്, 500 രൂപ പോലും എടുക്കാനില്ലെന്നൊക്കെ പറഞ്ഞു. പിന്നെ ആരോ പറഞ്ഞു ബാദുഷ പ്രിയദർശൻ സാറിൻ്റെ ഫ്ലാറ്റ് വാങ്ങിയെന്ന്. അപ്പോഴാണ് എനിക്ക് വിഷമമായത്. നമ്മുടെ ചെറിയ പൈസ തരാതെ ഇയാൾ ഇത്രയും വലിയ ഫ്ലാറ്റൊക്കെ വാങ്ങിയേക്കുവാണെന്നും ഹരീഷ് പറഞ്ഞു. അതേസമയം വെളിപ്പെടുത്തലിന് പിന്നാലെ തന്നെ അമ്മയിൽ നിന്നും ജോയി മാത്യുവും കുക്കു പരമേശ്വരനൊക്കെ വിളിച്ചു. മെയിൽ അയക്കൂ, ഇടപെടാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ഹരീഷ് അറിയിച്ചു. അവസരങ്ങൾ ഇല്ലാതാക്കിയതാണ് ഉൾക്കൊള്ളാൻ സാധിക്കാതെ വന്നത്. അദ്ദേഹത്തെ സഹായിച്ചതായിരുന്നു ഞാനെന്നും ഹരീഷ് പറയുന്നു. വെളിപ്പെടുത്തലിന് ശേഷം ഭാര്യയ്ക്ക് ഇപ്പോൾ ടെൻഷനാണ്. ഇനി നിങ്ങൾ എറണാകുളത്ത് പോകുമ്പോൾ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിയാണ്. അവർക്ക് പേടിയുണ്ടാകും. കുറേ പേര് വിളിച്ച് അന്വേഷിച്ചു. സംഘടനയിൽ നിന്ന് വിളിച്ച് കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞുവെന്നും ഹരീഷ് പറയുന്നു.